ഇവിടെ കണ്ണൂർ സമ്മേളനത്തിലാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, ആരോപണങ്ങൾ വരുന്നത് മുഴുവൻ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെ പേരിലും ഓരോ ദിവസവും ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് രാജിവെക്കുന്നു. അപ്പോൾ നല്ല കാര്യം, പുതിയ കമ്മിറ്റി വരട്ടെ. ഞങ്ങൾ തുടക്കം മുതൽ അമ്മ എന്ന സംഘടനയെ കുറ്റം പറഞ്ഞിട്ടേയില്ല. അമ്മ എന്ന സംഘടന വളരെ നല്ലതാണ്. ഒരുപാട് പേർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു, കൈനീട്ടം കൊടുക്കുന്നു, ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ പല നല്ല കാര്യങ്ങളും അമ്മയ്ക്കകത്തും പുറത്തും മാധ്യമങ്ങളുമായി ചേർന്ന് വീട് വെച്ച് കൊടുക്കുന്ന, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ അമ്മ സംഘടന ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ സംഘടന നിലനിൽക്കണമെന്ന് തന്നെയാണ് അന്നു മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അമ്മ സംഘടനയിൽ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ചില ഭാരവാഹികളുടെയും പ്രശ്നങ്ങളാണ്. അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ തെറ്റാണ്, ആ രീതിയിലല്ല പോകേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങളായിട്ട് പുതിയ കമ്മിറ്റി എത്രയും പെട്ടെന്ന് വരട്ടെ. അർഹതയുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ധൈര്യപൂർവ്വം ഇടപെടാനും, ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ കംപ്ലൈൻറ്റ് ഉൾക്കൊണ്ട് ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള മനഃശക്തിയും ഉള്ള ചോദിക്കാനുള്ള ഒരു ആർജവമുള്ള സ്ത്രീ പ്രതിനിധികളായിരിക്കണം അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് വരേണ്ടത്. നേരത്തെ തന്നെ ആരോപണങ്ങളൊക്കെ മുൻകാലങ്ങളിലുണ്ടായ ആരോപണത്തിൽ തന്നെ പുള്ളി രാജിവെക്കാൻ തയ്യാറായിട്ടൊക്കെ നിന്ന ആളാണ്. പിന്നെ പുള്ളിയുടെ ഇഷ്ടത്തോടുകൂടിയൊന്നും അല്ല, ഈ സംഘടന നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആണ് അദ്ദേഹം ഇതിൽ തുടർന്നുകൊണ്ട് പോയി, അല്ലെങ്കിൽ നേരത്തെ രാജിവെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആരോപണത്തിൽ. പക്ഷെ എന്തായാലും സങ്കടവുമുണ്ട്, അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. അല്ല, പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അമ്മ ഏറ്റെടുക്കുന്നു പറയുമ്പോൾ അതിൽ അംഗങ്ങളല്ലേ ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന ആൾക്കാർ. വാദിഭാഗത്തും പ്രതിഭാഗത്തും ഉള്ളതൊക്കെ അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷവും വരുന്നത് അമ്മയിലെ അംഗങ്ങളെ കുറിച്ചാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരെ കുറിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അമ്മ ഏറ്റെടുത്തല്ലേ പറ്റത്തുള്ളൂ. പ്രധാന ഭാരവാഹികളായി അമ്മയിൽ ആരും വനിതകൾ ഭാരവാഹികളായി സ്ത്രീകൾ വരട്ടെ എന്നുള്ളതാണ് അഭിപ്രായം. ഒരാളെങ്കിലും വരണം, അതും നല്ല ബോൾഡായിട്ടുള്ളത്, മുഖം നോക്കാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളായിരിക്കണം വരേണ്ടത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായാലും 4 വനിതകളാണ് അമ്മയുടെ ബൈലോ പ്രകാരം വരേണ്ടതെന്നാണ് പറഞ്ഞത് ഈ കമ്മിറ്റിയിൽ. ആ 4 പേരിൽ ഒരാളെങ്കിലും ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സത്യസന്ധമായിട്ട് ഇടപെടാനോ അവരുടെ പ്രശ്നങ്ങൾ വന്നാൽ ധൈര്യപൂർവ്വം വന്ന് പറയാനോ മുഖത്ത് നോക്കി സംസാരിക്കാനോ കഴിവുള്ള ഒരാളെങ്കിലും വേണം എന്ന് എത്ര കാലം കൊണ്ട് നമ്മൾ പറയുന്ന മുതിർന്ന നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.